മൂന്നാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ 15ാമത്തെ പാഠം സുജൂദ് ചെയ്യൽ. പാഠം നോക്കാം. കുനൂത്ത് പഠിച്ച കുട്ടികൾ കൂടുതൽ സന്തോഷവാന്മാരായി. കൂടുതൽ പേർ രക്ഷിതാക്കൾക്കൊപ്പം സുബ്ഹ് നിസ്കരിക്കാൻ പള്ളിയിലെത്തി. ഉസ്താദ് പറഞ്ഞു, പഠിച്ചതെല്ലാം നന്നായി പ്രവർത്തിക്കണം. നമുക്ക് അടുത്ത കാര്യം ശ്രദ്ധിക്കാം. സുജൂദ് വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി സുജൂദ്. ഓരോ റക്അത്തിലും 2 വീതം സുജൂദ് ചെയ്യണം. ഒരു റക്അത്തിൽ എത്ര സുജൂദുണ്ട്? 2 സുജൂദുണ്ട്. ഇത് ഫർളാണ്, നിസ്കാരത്തിൻ്റെ ഫർളാണിത്. 7 അവയവങ്ങൾ നിലത്ത് വെച്ച് അള്ളാഹുവിൻ്റെ മുന്നിൽ പരമമായ വിനയം കാണിക്കുകയാണ് സുജൂദ്. 7 അവയവങ്ങൾ നിലത്തുവെച്ച് അള്ളാഹുവിൻ്റെ മുന്നിൽ പരമമായ വിനയം കാണിക്കുകയാണ് സുജൂദ്. ഏതൊക്കെയാണ് 7 അവയവങ്ങൾ? നെറ്റി, മൂക്ക്, 2 കൈപ്പത്തികൾ, 2 കാൽമുട്ടുകൾ, 2 കാൽപാദങ്ങളുടെ വിരലുകൾ. ഇവയാണ് 7 അവയവങ്ങൾ. നെറ്റി, മൂക്ക് ഒരു അവയവമായിട്ടാണ് കണക്കാക്കുക. അങ്ങനെയാണ് 7 അവയവങ്ങൾ. ഇനി ബാക്കി നോക്കാം. തലയുടെ ഭാരം നിലത്തു പതിയണം. നെറ്റിയിൽ തടസ്സങ്ങൾ ഉണ്ടാവരുത്. നെറ്റിയിൽ തടസ്സങ്ങളൊന്നും നെറ്റിയിൽ ഉണ്ടാവരുത്. സുജൂദിൽ ഇങ്ങനെ 3 പ്രാവശ്യം ചൊല്ലൽ സുന്നത്തുണ്ട്. സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി. ഇത് 3 പ്രാവശ്യം സുജൂദിൽ ചൊല്ലൽ സുന്നത്താണ്. സുജൂദുകളുടെ ഇടയിലിരിക്കൽ. 2 സുജൂദിനിടയിൽ ഇരിക്കൽ ഫർളാണ്. 2 സുജൂദിൻ്റെ ഇടയിലിരിക്കൽ ഫർളാണ്. ഈ ഇരുത്തത്തിൽ ഇഫ്തിറാഷിൻ്റെ ഇരുത്തം സുന്നത്താണ്. 2 സുജൂദുകളുടെ ഇടയിലിരിക്കൽ ഫർളാണ്. ആ ഇരുത്തം ഇഫ്തിറാഷിൻ്റെ ഇരുത്തമാവൽ സുന്നത്താണ്. എന്താണ് ഈ ഇഫ്തിറാഷിൻ്റെ ഇരുത്തം? ഇടതുകാൽ പുറംഭാഗം നിലത്ത് അമർത്തി വെച്ച് ഇടതുകാൽ പാദത്തിന്മേലിരിക്കൽ. വലതുകാൽ ഒരു സൈഡിലൂടെ നാട്ടി വെച്ച് ഇടതുകാൽ പാദത്തിന്മേലിരിക്കലാണ് ഇഫ്തിറാഷിൻ്റെ ഇരുത്തം. ഈ ഇരുത്തം എപ്പോഴൊക്കെയാണ് ഇരിക്കേണ്ടത്? ആദ്യത്തെ അത്തഹിയാത്തിലും 2 സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിലും ഈ ഇരുത്തം ഇരിക്കണം. അവസാനത്തെ അത്തഹിയാത്തിൽ വേറൊരു ഇരുത്താണ്. അത് അടുത്ത പാഠത്തിൽ പഠിക്കാണ്ട്. ഇനി ബാക്കി നോക്കാം. ഉസ്താദ് കാണിക്കുന്നതനുസരിച്ച് നിങ്ങൾ ഇത് പരിശീലിക്കണം. ഇഫ്തിറാഷിൻ്റെ ഇരുത്തം പരിശീലിക്കണം. ഈ സമയത്ത് റബ്ബി എഫ്ർലി വർഹംനി വജ്ബുർനി വർഫൈനി വർസുഖ്നി വഹദിനി വാഫിനി എന്ന് ചൊല്ലലും സുന്നത്താണ്. 2 സുജൂദിൻ്റെ ഇടയിൽ ഇത് ചൊല്ലൽ സുന്നത്താണ്. തുമഅനീനത്ത്. എന്താണ് ഈ തുമഅനീനത്ത്? അനക്കം അടങ്ങുകയാണ് ഇതിൻ്റെ വിവക്ഷ. തുമഅനീനത്ത് പറഞ്ഞാൽ നിസ്കാരത്തിൻ്റെ ഫർളാണിത്. അനക്കം അടങ്ങൽ. തുമഅനീനത്ത് അനക്കം അടങ്ങൽ. അനക്കം അടങ്ങൽ എന്ന് പറഞ്ഞാൽ ഒരനക്കവും ഇല്ലാതെ അവസ്ഥ. അതാണ് തുമഅനീനത്ത്. എപ്പോഴൊക്കെയാണ് ഇനി അത് വേണ്ടത്? റുക്കൂ, ഇഅ്തിദാല്, സുജൂദുകൾ, ഇടയിലെ ഇരുത്തം, ഇവയിൽ തുമഅനീനത്ത് ഫർളാണ്. റുക്കൂയിലും ഇഅ്തിദാലിലും സുജൂദുകൾ, 2 സുജൂദുകളിലും സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തത്തിലും ഇത് ഫർളാണ്. നിസ്കാരത്തിൻ്റെ ഫർളാണ്. ഫർളിനെ ഉപേക്ഷിച്ചാൽ നിസ്കാരം ശരിയാവില്ല. തുമഅനീനത്ത് ഇല്ലാത്ത നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലവട്ടം മടക്കി നിസ്കരിപ്പിച്ചിട്ടുണ്ട്. തുമഅനീനത്ത് അനക്കം അടങ്ങലില്ലാത്ത നിസ്കാരം നബി തങ്ങൾ പലവട്ടം മടക്കി നിസ്കരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നിസ്കരിച്ചവരെ കൊണ്ട് മടക്കി വീണ്ടും നിസ്കരിപ്പിച്ചിട്ടുണ്ട്. ഈ പാഠത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ തദ്രീബാത്ത് നോക്കാം. 1. പ്രവർത്തനങ്ങൾ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സുജൂദിൻ്റെ രൂപം ശരിയായി ഗ്രഹിക്കുക. സുജൂദിൻ്റെ രൂപം ശരിയായി ഗ്രഹിക്കുക. ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ? 7 അവയവങ്ങൾ നിലത്തു വെച്ച് അള്ളാഹുവിൻ്റെ മുന്നിൽ പരമമായ വിനയം കാണിക്കുകയാണ് സുജൂദ്.
അടുത്ത ക്വസ്റ്റ്യൻ, സുജൂദിൽ നിർബന്ധമായും നിലത്ത് വെക്കേണ്ടുന്ന 7 അവയവങ്ങളുടെ ലിസ്റ്റ് ചോദിച്ച് തയ്യാറാക്കുക. ഏതൊക്കെയാണ് 7 അവയവങ്ങൾ സുജൂദിൽ നിർബന്ധമായും നിലത്ത് വെക്കേണ്ടത്? നെറ്റി, മൂക്ക്, 2 കൈപ്പത്തികൾ, 2 കാൽമുട്ടുകൾ, 2 കാൽപാദങ്ങളുടെ വിരലുകൾ. അതോടൊപ്പം നിലത്ത് വെക്കൽ സുന്നത്തായ അവയവം മനസ്സിലാക്കാം. നിലത്ത് വെക്കൽ സുന്നത്തായ ഒരു അവയവം ഉണ്ട് ഇതിൽ. അതേതാണ്? മൂക്ക്. മൂക്ക് നിലത്ത് വെക്കൽ സുന്നത്താണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ്തിറാഷിൻ്റെ ഇരുത്തം പരിശീലിക്കുക. ആ ഇരുത്തം പരിശീലിക്കുക. എങ്ങനെയാണ് ആ ഇരുത്തം? ഇടതുകാൽ പുറംഭാഗം നിലത്ത് അമർത്തി വെച്ച് ഇടതു കാൽപാദത്തിന്മേൽ ഇരിക്കൽ. വലതുകാൽ ഒരു സൈഡിലൂടെ നീട്ടി വെച്ച് ഇടതുകാൽപാദത്തിന്മേൽ ഇരിക്കലാണ് ഇഫ്തിറാഷിൻ്റെ ഇരുത്തം. ഈ ഇരുത്തം വേറെ ഏതെങ്കിലും സമയത്ത് ആവശ്യമായി വരുമോ? ഈ ഇരുത്തം 2 സുജൂദിൻ്റെ ഇടയിലും, ഇതിൻ്റെ ആൻസർ 2 സുജൂദിൻ്റെ ഇടയിലും, ആദ്യത്തെ അത്തഹിയാത്തിലും, അതുപോലെ തന്നെ സഹ്വിൻ്റെ സുജൂദ്, മറവിയുടെ സുജൂദ്, അതിലൊക്കെ ഇഫ്തിറാഷിൻ്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, റുക്കൂയിൽ എന്താണ് ചൊല്ലേണ്ടത്? റുക്കൂയിൽ സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി എന്നാണ് ചൊല്ലേണ്ടത്. 4ാമത്തെ ക്വസ്റ്റ്യൻ, സുജൂദിൽ എന്താണ് ചൊല്ലേണ്ടത്? സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി എന്നാണ് സുജൂദിൽ ചൊല്ലേണ്ടത്. തുമഇനീനത്ത് ഫർളായ സ്ഥലങ്ങൾ എഴുതുക. തുമഇനീനത്ത് എവിടെയൊക്കെയാണ് ഫർള്? റുക്കൂ, ഇഅ്തിദാല്, സുജൂദ്, 2 സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തം. ഇതോടുകൂടി ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു. 3ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഈ പാഠം ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ.